മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ള ചേർക്കാം. മുട്ടയുടെ മഞ്ഞ ഒട്ടും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെയും ചേർക്കാം. കൂടാതെ 3 പിഞ്ച് കുരുമുളക് പൊടിയും കൂടെയും ചേർക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബാക്ക് സ്പീഡില്ലേ, അത് വച്ചിട്ട് വേണം നമ്മൾ അത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പത പോലെയില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കണം. അതിന് മുമ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. 125 ml സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ. മൊത്തം ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ മറ്റുള്ള ഓയിലൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കാം. വീണ്ടും നമ്മൾ ബാക്ക് സ്പീഡ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുക്കണം. 3-4 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടി ആ ഫുൾ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ബാക്ക് സ്പീഡ് പ്രസ് ചെയ്ത് കൊടുത്ത് 5-6 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അടിച്ച് കഴിയുമ്പോൾ കൺസിസ്റ്റൻസി കുറവാണ്, തിക്കായിട്ട് തോന്നണില്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചാൽ മതി. ഇനി അല്ല കൂടുതൽ തിക്കായി പോയെങ്കിൽ മുട്ടയുടെ വെള്ള കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് ലൂസായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മയണൈസ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക.